സ്വന്തം വല്യമ്മ എഴുതി വെച്ച വിചിത്രമായ ഒരു വിൽപത്രത്തിന് മുന്നിൽ പകച്ചു നിൽക്കുന്ന ആദിൽ റഹ്മാനെയാണ് നമ്മൾ ആദ്യ ഭാഗത്തിൽ കണ്ടത്. കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കൾ തന്റെ കൈകളിൽ എത്തണമെങ്കിൽ ഒരു വർഷം വിവാഹിതനായി ജീവിക്കണമെന്നതായിരുന്നു ആ കടുപ്പമേറിയ വ്യവസ്ഥ. ആഘോഷങ്ങളിൽ മാത്രം മുഴുകി ജീവിച്ചിരുന്ന ആദിലിനു മുന്നിൽ മറ്റൊരു വഴിയുമില്ലായിരുന്നു. തന്റെ ഉപ്പയുടെ ശസ്ത്രക്രിയയ്ക്ക് പണം കണ്ടെത്താൻ പ്രയാസപ്പെട്ടിരുന്ന ആയിഷ എന്ന നേഴ്സിനെ ആദിൽ ഒരു കരാർ വിവാഹത്തിനായി സമീപിക്കുന്നു. പണത്തിനു വേണ്ടി മാത്രം തുടങ്ങിയ ആ അഭിനയ ജീവിതം അവരെ എത്തിച്ചത് മറ്റൊരു ഞെട്ടിക്കുന്ന സത്യത്തിലേക്കായിരുന്നു. ഇനി തുടർന്ന് കാണുക. ഒരു ദിവസം രാവിലെ അബ്ദുൽ ഹമീദ് സർ അവിടേക്ക് വന്നു. അദ്ദേഹത്തിന്റെ മുഖത്ത് ഗൗരവവും എന്നാൽ ഒളിപ്പിച്ചു വെച്ച ഒരു ചിരിയും ഉണ്ടായിരുന്നു. ആദിൽ, ആയിഷ, നിങ്ങളോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. എന്താണെങ്കിൽ? ആദിൽ ചോദിച്ചപ്പോൾ അബ്ദുൽ ഹമീദ് ഒരു കവർ അവന് നേരെ നീട്ടി. ഇതൊന്ന് വായിക്കൂ. അതൊരു കത്തായിരുന്നു. ആദിൽ അത് തുറന്നു വായിക്കാൻ തുടങ്ങി. അവന്റെ മുഖം വിവരണമാകുന്നത് ആയിഷ ശ്രദ്ധിച്ചു. ദിസ് ഈസ് ഇമ്പോസിബിൾ. അവൻ അലറി. ഇതെങ്ങനെ സംഭവിക്കും? എന്താ ആദിൽ? എന്താ ആ കത്തിൽ? ആകാംക്ഷയോടെ ആയിഷ ചോദിച്ചു. അവൻ ആ കത്ത് അവൾക്ക് നേരെ എറിഞ്ഞു. അവൾ അതെടുത്ത് വായിച്ചു. അവളുടെ കണ്ണുകൾ അത്ഭുതം കൊണ്ട് വിടർന്നു. അത് ഹാജിറ ഉമ്മയുടെ കൈപ്പടയായിരുന്നു. കത്തിൽ ഇങ്ങനെ എഴുതിയിരുന്നു: പ്രിയപ്പെട്ട ആദിലിനും ആയിഷയ്ക്കും, ഞാൻ മരിച്ചിട്ടില്ല. ഞാൻ മരിച്ചിട്ടില്ല എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ ഞെട്ടുമെന്ന് എനിക്കറിയാം. എന്നോട് ക്ഷമിക്കണം. നിന്നെ നേർവഴിക്ക് നടത്താൻ എനിക്ക് വേറെ വഴിയില്ലായിരുന്നു. ആദിൽ, എൻ്റെ മരണവാർത്ത ഒരു നാടകമായിരുന്നു. നിന്നെ ഒരു ഉത്തരവാദിത്തമുള്ളവനാക്കാൻ ഞാൻ കണ്ടെത്തിയ ഒരു വഴി. ഇപ്പോൾ ഞാൻ നമ്മുടെ തറവാട്ട് വീട്ടിലുണ്ട്. വിൽപത്രത്തിലെ വ്യവസ്ഥകൾക്ക് ഒരു ചെറിയ മാറ്റം കൂടി വരുത്തുകയാണ്. നിങ്ങൾ രണ്ടുപേരും ഈ നിമിഷം ഇങ്ങോട്ട് പുറപ്പെട്ടു വരണം. ബാക്കിയുള്ള ഒരു വർഷം നിങ്ങൾ എൻ്റെ കൺമുന്നിൽ ജീവിക്കണം. എനിക്ക് കാണണം എൻ്റെ പേരക്കുട്ടി എങ്ങനെയാണ് ഒരു നല്ല ഭർത്താവാകുന്നതെന്ന്. കാത്തിരിക്കുന്നു ഞാൻ. ആയിഷ സ്തംഭിച്ചു നിന്നു പോയി. ആദിൽ ദേഷ്യം കൊണ്ട് മുറിയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയായിരുന്നു. അവൻ അടുത്തിരുന്ന ഫ്ലവർ വേസ് എടുത്ത് നിലത്തെറിഞ്ഞുടച്ചു. ഇനി നമ്മൾ എന്തു ചെയ്യും? ആയിഷ ഭയത്തോടെ ചോദിച്ചു. എന്ത് ചെയ്യാൻ? ആ കിളവിയുടെ മുന്നിൽ പോയി അഭിനയിക്കുക. വേറെ വഴിയില്ലല്ലോ. അവൻ പല്ലിറുമി. നമ്മൾ വിചാരിച്ചതിലും വലിയ കളിയാണ് അവർ കളിച്ചത്. ഇനി നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കണം. ഒരു ചെറിയ പിഴവ് പോലും നമ്മുടെ കള്ളം പുറത്തു കൊണ്ടുവരും. അവർ ഇരുവരും പരസ്പരം നോക്കി. ഇതുവരെ ഈ വീട്ടിലെ ജോലിക്കാരുടെ മുന്നിൽ മാത്രമായിരുന്നു അഭിനയം. ഇനി ആ കള്ളക്കളി കണ്ടുപിടിക്കാൻ കഴിവുള്ള കുശാഗ്ര ബുദ്ധിയായ ഒരു ഉമ്മയുടെ മുന്നിൽ 24 മണിക്കൂറും അഭിനയിക്കണം. പിറ്റേന്ന് രാവിലെ തന്നെ അവർ ഹാജിറ ഉമ്മയുടെ അടുത്തേക്ക് തിരിച്ചു. നഗരത്തിന്റെ തിരക്കും ബഹളവും പിന്നിട്ട് അവരുടെ കാർ പച്ചപ്പ് നിറഞ്ഞ വഴികളിലേക്ക് കടന്നു. യാത്രയിലുടനീളം രണ്ടുപേരും നിശബ്ദരായിരുന്നു. ആദിലിന്റെ മുഖത്ത് ദേഷ്യവും ആയിഷയുടെ മുഖത്ത് ആശങ്കയും നിഴലിച്ചു. ഗ്രാമത്തിന്റെ ഹൃദയഭാഗത്തുള്ള റഹ്മാൻസ് തറവാടിന്റെ മുന്നിൽ കാർ നിന്നു. ഓടിട്ട തടിയിൽ തീർത്ത കൊത്തുപണികളുള്ള പഴമയുടെ പ്രൗഢി വിളിച്ചോത്തുന്ന ഒരു വലിയ വീട്. അതിനു ചുറ്റും മനോഹരമായ പൂന്തോട്ടവും പച്ചക്കറിത്തോട്ടവും. അവർ കാറിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഉമ്മറത്തെ ചാരുകസേരയിലിരുന്ന് ഹാജിറ ബീവി അവരെ നോക്കി പുഞ്ചിരിച്ചു. വാ മക്കളെ, ഞാൻ നിങ്ങളെ കാത്തിരിക്കുകയായിരുന്നു. അവർ എഴുന്നേറ്റു. ആദിൽ ഒട്ടും ഇഷ്ടമില്ലാതെ അവരുടെ കാൽ തൊട്ട് വന്ദിച്ചു. ആയിഷയും അതുപോലെ ചെയ്തു. ക്ഷീണിച്ചില്ലേ? അകത്തേക്ക് വരൂ. അകത്തെത്തിയപ്പോൾ തറവാട്ടിലെ കാര്യസ്ഥനായ രാജൻ ചേട്ടൻ അവർക്ക് കുടിക്കാൻ ഇളനീർ നൽകി. രാജ, മക്കളുടെ മുറി ഒരുക്കിയിട്ടില്ലേ? മുകളിലത്തെ തെക്കേ മുറി അവർക്ക് വേണ്ടി ഒരുക്ക്. അവന് കാറ്റും വെളിച്ചവുമുള്ള മുറിയാണ് ഇഷ്ടം. ഞങ്ങൾ 2 മുറിയിൽ. അവൻ പറയാൻ ശ്രമിച്ചു. അതെന്തിനാ മോനെ 2 മുറി? പുതിയതായി കല്യാണം കഴിഞ്ഞ പിള്ളേര് ഒരുമിച്ചല്ലേ കിടക്കേണ്ടത്? ഒരു മുറിയിൽ താമസിക്കുമ്പോൾ നിങ്ങൾക്കിടയിൽ സ്നേഹം കൂടും, അവർ നിഷ്കളങ്കമായി പറഞ്ഞു. ആദിലും ഐഷയും നിസ്സഹായരായി പരസ്പരം നോക്കി. ഉമ്മ ആദ്യത്തെ പണി തന്നു കഴിഞ്ഞു. അവർക്കൊരുമിച്ച് ഒരു മുറിയിൽ താമസിക്കുകയല്ലാതെ വേറെ വഴിയില്ലായിരുന്നു. ഒരേ മുറിയിലെ ജീവിതം അവർക്ക് പുതിയ വെല്ലുവിളിയായിരുന്നു. ആ വലിയ മുറിയുടെ ഒരറ്റത്ത് ആദിലും മറ്റേ അറ്റത്ത് ആയിഷയും തങ്ങളുടെ സാമ്രാജ്യം സ്ഥാപിച്ചു. അവർക്കിടയിൽ വരയ്ക്കാത്ത ഒരു അതിർത്തി ഉണ്ടായിരുന്നു. ഹാജിറ ഉമ്മയുടെ പരീക്ഷണങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു. അടുത്ത ദിവസം തന്നെ ഹാജിറ ഉമ്മയുടെ പരീക്ഷണം തുടങ്ങി. പ്രഭാത ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ ഹാജിറ ഉമ്മ വിളിച്ചു. ഇന്നുച്ചയ്ക്ക് മോള് ആദിലിന് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കി കൊടുക്കണം. നിന്റെ കൈപുണ്യം എത്രത്തോളം ഉണ്ടെന്ന് ഞാനൊന്നറിയട്ടെ. ആയിഷ ഞെട്ടിപ്പോയി. ആ ധിക്കാരിക്ക് എന്ത് ഭക്ഷണമാണ് ഇഷ്ടമെന്ന് അവൾക്കെങ്ങനെ അറിയാം? അവൾ സഹായത്തിനായി ആദിലിനെ നോക്കി. അവൻ അവളെ കണ്ട ഭാവം നടിക്കാതെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നു. അടുക്കളയിൽ കയറിയ അവൾ എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നു. മുത്തശ്ശി അടുത്തു തന്നെ ഉണ്ടായിരുന്നു. അവൾ പതുക്കെ പച്ചക്കറികൾ അരിയാൻ തുടങ്ങി. എന്താ മോളെ ആലോചിക്കുന്നത്? അവന് മീൻ വിഭവങ്ങളോടാണ് കൂടുതൽ ഇഷ്ടം. പ്രത്യേകിച്ച് നല്ല തേങ്ങാപ്പാലൊഴിച്ച മീൻകറി. അത് അവന് ഒരുപാട് ഇഷ്ടമായിരിക്കും. മുത്തശ്ശി ഒരു ക്ലൂ കൊടുത്തു. ആയിഷയ്ക്ക് ആശ്വാസമായി. അവൾ നല്ലൊരു മീൻകറിയും ചോറും തയ്യാറാക്കി. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനിരുന്നപ്പോൾ ആദിൽ മീൻകറി കൂട്ടി കഴിക്കുന്നത് കണ്ട് ഹാജിറ ഉമ്മ പുഞ്ചിരിയോടെ ചോദിച്ചു, എങ്ങനെയുണ്ട്?
കൊള്ളാമോ? അവൻ ആയിഷയെ നോക്കാതെ പറഞ്ഞു. കൊള്ളാം. പക്ഷേ അവന്റെ കണ്ണുകളിൽ ഒരു ചെറിയ തിളക്കമുണ്ടായിരുന്നു. വൈകുന്നേരം ഹാജറ ഉമ്മ അവരുടെ പഴയ വിവാഹ ആൽബവുമായി വന്നു. ഇരിക്കും മക്കളെ, അവർ അവരെ അടുത്തേക്ക് വിളിച്ചു. ഓരോ താളുകൾ മറിക്കുമ്പോഴും അവർ തൻ്റെയും ഭർത്താവിൻ്റെയും പ്രണയകഥകൾ പറഞ്ഞു. സ്നേഹമെന്ന് പറയുന്നത് വലിയ കാര്യങ്ങൾ ചെയ്യുന്നതല്ല, ചെറിയ ചെറിയ കരുതലുകളാണ്. ഒരു നോട്ടം, ഒരു വാക്ക്, അതിലൊക്കെയാണ് സ്നേഹം ഒളിഞ്ഞിരിക്കുന്നത്. അവരുടെ വാക്കുകൾ ആദിലിൻ്റെയും ആയിഷയുടെയും ഹൃദയത്തിൽ തറച്ചു. ദിവസങ്ങൾ കടന്നുപോയി. ഒരു രാത്രി ആദിലിന് കലശലായ പനി പിടിച്ചു. അവൻ വിറച്ച് പുതച്ചു മൂടിക്കിടന്നു. ആയിഷ ഒരു നേഴ്സിന്റെ സഹജമായ വാസനയോടെ അവൻ്റെ അടുത്തേക്ക് ചെന്നു. നെറ്റിയിൽ തൊട്ടു നോക്കി. നല്ല ചൂടുണ്ടായിരുന്നു. അവൾ ഉടൻ തന്നെ തണുത്ത വെള്ളത്തിൽ തുണിമുക്കി അവൻ്റെ നെറ്റിയിലിട്ട് കൊടുത്തു. മരുന്നെടുത്ത് നൽകി. രാത്രി മുഴുവൻ അവൾ ഉറങ്ങാതെ അവനരികിലിരുന്നു. പനിയുടെ മയക്കത്തിൽ ആദിൽ കണ്ണു തുറന്നപ്പോൾ കാണുന്നത് തനിക്ക് വേണ്ടി ഉറക്കമിളച്ചിരിക്കുന്ന ആയിഷയെയാണ്. ജീവിതത്തിൽ ആദ്യമായിട്ടായിരുന്നു തനിക്ക് വേണ്ടി ഒരാൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അവൻ്റെ ഉമ്മയ്ക്ക് പോലും അതിന് സമയം കിട്ടിയിരുന്നില്ല. അവൻ്റെ പരുക്കൻ ഹൃദയത്തിൻ്റെ കോണിൽ എവിടെയോ ഒരു നീരുറവ പൊട്ടുകയായിരുന്നു. അവനറിയാതെ അവളുടെ കയ്യിൽ മെല്ലെ പിടിച്ചു. അവൾ ഞെട്ടി കൈ പിൻവലിച്ചില്ല. ആ സ്പർശനത്തിൽ അവരുടെ കരാറിൻ്റെ അതിർവരമ്പുകൾ മാഞ്ഞു പോകുന്നത് രണ്ടുപേരും അറിയുന്നുണ്ടായിരുന്നു. ഇതെല്ലാം ജനലിന്റെ മറവിൽ നിന്നും കണ്ടുനിന്ന ഹാജിറമ്മയുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു. തറവാട്ടിലെ ശാന്തമായ ദിനങ്ങൾക്കിടയിലേക്കാണ് ആ കാർ പൊടി പറത്തിക്കൊണ്ട് അവിടേക്ക് കടന്നു വന്നത്. ആദിലിന്റെ മാമയുടെ മകനായ മുനീറായിരുന്നു അത്. ഹാജിറമ്മയെ കാണാൻ എന്ന വ്യാജേനയാണ് വരവെങ്കിലും അവന്റെ യഥാർത്ഥ ലക്ഷ്യം ആദിലിനെയും ആയിഷയെയും നിരീക്ഷിക്കുകയായിരുന്നു. പാർട്ടിയിൽ വെച്ച് ആയിഷ നൽകിയ മറുപടി അവന്റെ ഈഗോയെ വല്ലാതെ മുറിവേൽപ്പിച്ചിരുന്നു. ഈ ബന്ധത്തിൽ എന്തോ ചീഞ്ഞുനാറ്റമുണ്ടെന്ന് അവൻ ഉറച്ചു വിശ്വസിച്ചു. ഹോ, ഇതാണല്ലേ തറവാട്, നല്ല അന്തരീക്ഷം, റൊമാൻസിനൊക്കെ പറ്റിയ സ്ഥലം. അവൻ അകത്തേക്ക് വന്നു. ആദിൽ അവനെ രൂക്ഷമായി ഒന്ന് നോക്കി. നീ എന്താ ഇവിടെ? നിന്റെ പുതിയ ജീവിതം എങ്ങനെയുണ്ടെന്നറിയാനും ഒരാകാംക്ഷ. മുനീറിന്റെ വരവ് വീട്ടിലെ അന്തരീക്ഷം മാറ്റി. അവൻ അവരോട് കുത്തി കുത്തി ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. എന്താ ആയിഷ, ഹണിമൂണിനൊന്നും പോയില്ലേ? അതോ ഇവിടെ തന്നെയാണോ നിങ്ങളുടെ ഹണിമൂൺ? ഞങ്ങൾക്ക് യാത്രകളേക്കാൾ ഇഷ്ടം ഹാജിറ ഉമ്മയോടൊപ്പം സമയം ചെലവഴിക്കുന്നതാണ്. അവൾ ഒട്ടും പതറാതെ മറുപടി പറഞ്ഞു. അവൻ ആയിഷയെ തനിച്ച് കിട്ടിയപ്പോൾ വീണ്ടും ചോദ്യങ്ങൾ തുടർന്നു. നിന്റെ വീട്ടുകാരെ ഒന്നും ഇങ്ങോട്ട് കാണുന്നില്ലല്ലോ. അവർക്ക് ഈ ബന്ധത്തിൽ താല്പര്യമില്ലേ? അതോ അവരെ ഒന്നും ഇങ്ങോട്ട് അടുപ്പിക്കാൻ ആദിലിന് നാണക്കേടാണോ? എൻ്റെ ഉപ്പയ്ക്ക് സുഖമില്ലാത്തത് കൊണ്ടാണ് അവർ വരാത്തത്. ഉടൻ തന്നെ വരും. അവൾ ഒഴിഞ്ഞു മാറി. മുനീറിന്റെ കുതന്ത്രങ്ങൾ അവിടെയും തീർന്നില്ല. ഒരു ദിവസം എല്ലാവരും ഒരുമിച്ചിരുന്ന് സംസാരിക്കുമ്പോൾ അവൻ വിഷയം അവരുടെ പ്രണയത്തിലേക്ക് തിരിച്ചുവിട്ടു. ആദിൽ, നീ ആയിഷയെ പ്രപ്പോസ് ചെയ്തത് എങ്ങനെയായിരുന്നു? സിനിമയിലൊക്കെ കാണുന്നത് പോലെ മോതിരമൊക്കെ കൊടുത്താണോ? ആയിഷയും ആദിലും ഒരു നിമിഷം സ്തംഭിച്ചു നിന്നുപോയി. അവർ അങ്ങനെ ഒരു കഥ തയ്യാറാക്കിയിരുന്നില്ല. ആദിൽ വിക്കി തുടങ്ങുന്നതിന് മുൻപ് ആയിഷ സമർത്ഥമായി ഇടപെട്ടു. അതൊക്കെ സിനിമയിലല്ലേ മുനീർ? യഥാർത്ഥ സ്നേഹത്തിന് അത്തരം നാടകങ്ങളുടെ ആവശ്യമില്ല. ഒരു നോട്ടം മതി, ഒരു വാക്ക് മതി പരസ്പരം മനസ്സിലാക്കാൻ, അല്ലേ ആദി? അവൾ സ്നേഹത്തോടെ ആദിലിന്റെ കണ്ണുകളിലേക്ക് നോക്കി. അവളുടെ ആ നോട്ടത്തിൽ, ആ ചോദ്യത്തിൽ ആദിൽ ഒരു നിമിഷം സ്വയം മറന്നുപോയി. അവൻ അറിയാതെ തലയാട്ടി. അതെ, ഐഷു പറഞ്ഞതാണ് ശരി. അവരുടെ ആ കെമിസ്ട്രി കണ്ടപ്പോൾ മുനീറിന് ഉത്തരം മുട്ടിപ്പോയെങ്കിലും അവന്റെ സംശയങ്ങൾ വർദ്ധിക്കുകയായിരുന്നു. അവൻ പോകുമ്പോൾ ആദിലിനോട് പറഞ്ഞു, സൂക്ഷിച്ചോടാ, നിന്റെ ഈ സന്തോഷം അധികകാലം കാണില്ല. എന്തെങ്കിലും കള്ളത്തരം ഇതിന്റെ പിന്നിലുണ്ടെങ്കിൽ അത് ഞാൻ പുറത്തു കൊണ്ടുവരും. മുനീർ പോയി കഴിഞ്ഞപ്പോൾ ആദിലിനും ഐഷയ്ക്കും ആശ്വാസമായെങ്കിലും ഒരു അപകടം തൊട്ടു പിന്നാലെ ഉണ്ടെന്ന് അവർക്ക് മനസ്സിലായി. തങ്ങളുടെ ശത്രു ശക്തനാണെന്നും അവരെ വീഴ്ത്താൻ ഏതറ്റം വരെയും അവൻ പോകുമെന്നും അവർ തിരിച്ചറിഞ്ഞു. ആ തിരിച്ചറിവ് അവരെ കൂടുതൽ അടുപ്പിച്ചു. അവർക്കിനി ഒരുമിച്ച് നിന്നേ മതിയാവൂ. വിക്രം പോയി കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം തറവാട്ടിലേക്ക് മറ്റൊരു അപ്രതീക്ഷിത അതിഥി കൂടി എത്തി. ആധുനിക വസ്ത്രങ്ങൾ ധരിച്ച ആത്മവിശ്വാസം തുളുമ്പുന്ന ഒരു യുവതി, റസിയ, ആദിലിന്റെ പഴയ കാമുകി. ആദി! അവൾ ഓടി വന്ന് ആദിലിനെ കെട്ടിപ്പിടിച്ചു. ആദിൽ ഞെട്ടി അവളെ അടർത്തി മാറ്റി. റസിയ, നീ എന്താ ഇവിടെ? അവൾ ആയിഷുവിനെ അടിമുടിയൊന്ന് നോക്കി. ഓ, ഇതാണല്ലേ ആള്, ഒരു നാട്ടിൻപുറത്തുകാരി. പക്ഷേ എനിക്കത് വിശ്വസിക്കാൻ പറ്റിയില്ല. നിനക്കിതാണോ ആദി കിട്ടിയത്? അവളുടെ വാക്കുകളിൽ പുച്ഛം നിറഞ്ഞിരുന്നു. ആയിഷയുടെ മുഖം വിളറി. ആദിൽ ദേഷ്യത്തോടെ റസിയയുടെ നേരെ തിരിഞ്ഞു. മര്യാദയ്ക്ക് സംസാരിക്കണം. ഇവൾ ആയിഷ. അപ്പോഴേക്കും ഹാജിറ ഉമ്മ അങ്ങോട്ട് വന്നു. ആരാ ഇത്? റസിയ മോളോ? വാ, അകത്തേക്ക് വാ. ഞാൻ വിളിച്ചിട്ട് വന്നതാണ് റസിയ. മുത്തശ്ശിയുടെ ആ പറച്ചിൽ കേട്ട് ആദിൽ അവരെ തുറച്ചു നോക്കി. ഇത് മുത്തശ്ശിയുടെ അടുത്ത പരീക്ഷണമാണെന്ന് അവന് മനസ്സിലായി. റസിയയുടെ സാന്നിധ്യം ആയിഷയെ വല്ലാതെ അസ്വസ്ഥയാക്കി. റസിയ ആദിലിനോട് ചേർന്ന് നിൽക്കാനും പഴയ കാര്യങ്ങൾ പറഞ്ഞ് ആയിഷയെ താഴ്ത്തിക്കെട്ടാനും നിരന്തരം ശ്രമിച്ചു. ആദി, നിനക്ക് ഓർമ്മയുണ്ടോ നമ്മൾ പാരീസിൽ പോയത്?
ഈ കുട്ടിക്ക് ഇതൊക്കെ സ്വപ്നം കാണാൻ പറ്റുമോ? അവൾ പരിഹസിച്ചു. ആയിഷ ഒന്നും മിണ്ടാതെ അടുക്കളയിലേക്ക് പോയി. അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അവൾ ലോകത്തിനു മുന്നിൽ ആദിലിന് ചേർന്നവളല്ലെന്ന് അവൾക്ക് തോന്നിത്തുടങ്ങി. താനൊരു അഭിനയം മാത്രമാണെന്ന സത്യം അവളെ വേദനിപ്പിച്ചു. അന്ന് രാത്രി റസിയ പോയതിനു ശേഷം മുറിയിൽ വലിയൊരു നിശബ്ദത തളം കെട്ടി നിന്നു. നീ എന്തിനാ അതൊക്കെ കേട്ട് വിഷമിക്കുന്നത്? ഒടുവിൽ ആദിൽ അവളോട് ചോദിച്ചു. നിങ്ങൾ തമ്മിൽ ഒരുപാട് അടുപ്പമായിരുന്നു അല്ലേ? ഞാൻ അതിലൊരു അധികപ്പറ്റാണ്. ആയിഷയുടെ ശബ്ദം ഇടറി. ആദിൽ അവളുടെ അടുത്തേക്ക് വന്നു. ആയിഷ, എൻ്റെ ലോകം എന്തായിരുന്നു എന്നതിലല്ല, ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു എന്നതിലാണ് കാര്യം. അതിൽ ഒരാത്മാർത്ഥതയുടെ കണികയുണ്ടായിരുന്നു. അവൻ ആയിഷയുടെ തോളിൽ കൈവച്ചു. റസിയയെ ഇങ്ങോട്ട് ക്ഷണിച്ചത് ഹാജിറ ഉമ്മയാണ്, നമ്മളെ പരീക്ഷിക്കാൻ. നമ്മൾ തോറ്റുകൊടുക്കരുത്. അവൻ്റെ വാക്കുകൾ അവൾക്ക് ആശ്വാസം നൽകി. താൻ ഒറ്റയ്ക്കല്ലെന്ന തോന്നൽ അവളിൽ ശക്തമായി. റസിയയുടെ വരവ് വിപരീത ഫലമാണ് ഉണ്ടാക്കിയത്. അത് ആദിലിനെയും ആയിഷയെയും കൂടുതൽ അടുപ്പിച്ചു. ഒരു പൊതു ശത്രുവിനെ നേരിടുന്നവരെ പോലെ അവർ ഒരു ടീമായി മാറി. പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു. മുറിയിലെ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് ആദിൽ സംസാരിച്ചു തുടങ്ങി. എൻ്റെ ഉപ്പയെയും ഉമ്മയെയും കുറിച്ച് നിനക്ക് എന്തറിയാം? ആയിഷ ഒന്നും മിണ്ടിയില്ല. അവർക്ക് ബിസിനസ് മാത്രമായിരുന്നു ലോകം. പണം, പാർട്ടികൾ, പ്രശസ്തി. അതിനിടയിൽ അവർക്ക് സ്വന്തം മകനെ ഓർക്കാൻ സമയം കിട്ടിയില്ല. എനിക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ ഞാൻ വളർന്നത് ആയമാരുടെ കൂടെയാണ്. സ്നേഹം എന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. അതുകൊണ്ടായിരിക്കാം എനിക്ക് ആരോടും സ്നേഹം തോന്നാത്തത്, ഒരു ബന്ധങ്ങളിലും വിശ്വാസമില്ലാത്തത്. ആദ്യമായി ആദിൽ തൻ്റെ ഉള്ളു തുറക്കുകയായിരുന്നു. അവൻ്റെ ശബ്ദത്തിലെ വേദന ആയിഷ തിരിച്ചറിഞ്ഞു. പുറമേ കാണുന്ന ധിക്കാരിയായ കോടീശ്വരനല്ല, ഉള്ളിൽ സ്നേഹത്തിന് വേണ്ടി ദാഹിക്കുന്ന ഒരു സാധാരണ മനുഷ്യനാണ് അവനെന്ന് അവൾക്ക് മനസ്സിലായി. എൻ്റെ ഹാജിറമ്മ മാത്രമായിരുന്നു എനിക്കുണ്ടായിരുന്നത്. പക്ഷേ അവർക്കും ബിസിനസ് തിരക്കുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആയത്, ഒരു ഉത്തരവാദിത്തമില്ലാത്തവൻ. അവൻ പുച്ഛത്തോടെ ചിരിച്ചു. അങ്ങനെയല്ല. ആയിഷു ആദ്യമായി അവനെ തിരുത്തി. നിങ്ങൾ അങ്ങനെയൊരു മനുഷ്യനല്ല. നിങ്ങളുടെ ഉള്ളിൽ നല്ലൊരു മനസ്സുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ടത്. അവളുടെ വാക്കുകൾ അവനെ അത്ഭുതപ്പെടുത്തി. അവൻ അവളെ തന്നെ നോക്കിയിരുന്നു. ഇനി നീ പറ, നിന്റെ സ്വപ്നം എന്താണ്? അവൾ ഒരു നിമിഷം മടിച്ചു. പിന്നെ പറഞ്ഞു, എനിക്ക് ചെറിയൊരു ക്ലിനിക്ക് തുടങ്ങണം. പാവപ്പെട്ടവരെ സഹായിക്കാൻ. എൻ്റെ അച്ഛനെ പോലെ പണമില്ലാത്തതുകൊണ്ട് ചികിത്സ കിട്ടാതെ ആരും വിഷമിക്കരുത്. അവളുടെ കണ്ണുകളിലെ തിളക്കം അവൻ ശ്രദ്ധിച്ചു. അവളുടെ സ്വപ്നങ്ങൾക്ക് പണത്തേക്കാൾ മൂല്യമുണ്ടെന്ന് അവന് തോന്നി. നമ്മുടെ കരാർ കഴിയുമ്പോൾ നിന്റെ സ്വപ്നം ഞാൻ നടത്തിത്തരും, അവൻ പറഞ്ഞു. വേണ്ട, അവൾ പെട്ടെന്ന് പറഞ്ഞു. എൻ്റെ സ്വപ്നം ഞാൻ എൻ്റെ അധ്വാനം കൊണ്ട് നേടും. അതാണ് അതിൻ്റെ വിജയം. അവളുടെ ആത്മാഭിമാനം അവനെ വീണ്ടും ആകർഷിച്ചു. ആ രാത്രി അവർക്കിടയിലെ കരാറിൻ്റെ മതിലുകൾ പൂർണ്ണമായും തകർന്നു വീഴുകയായിരുന്നു. പകരം പരസ്പര ബഹുമാനത്തിൻ്റെയും മനസ്സിലാക്കലിൻ്റെയും ഒരു പാലം പണിയപ്പെട്ടു. ഗ്രാമത്തിലെ പള്ളിയിൽ ഉറൂസ് പെരുന്നാളായിരുന്നു. നാടാകെ കൊടിത്തോരണങ്ങളും വിളക്കുകളും കൊണ്ട് അലങ്കൃതമായി. ദൂരദേശങ്ങളിൽ നിന്ന് പോലും ആളുകൾ ഒഴുകിയെത്തി. ഗ്രാമം മുഴുവൻ ഒരു വലിയ ആഘോഷത്തിന്റെ ലഹരിയിലായിരുന്നു. മക്കളെ, നിങ്ങൾ രണ്ടുപേരും കൂടി ഉറൂസ് കാണാൻ പോയിട്ട് വാ, ഹാജിറ ഉമ്മ പറഞ്ഞു. ആദിലിന് പണ്ട് മുതലേ ഇത്തരം തിരക്കുകളോട് താല്പര്യമില്ലായിരുന്നു. ഉമ്മ, ഈ ജനക്കൂട്ടത്തിനിടയിലേക്ക് നീ ഒറ്റയ്ക്കല്ലല്ലോ പോകുന്നത് ആദിൽ. ആയിഷ കൂടെയില്ലേ? അവൾക്ക് നമ്മുടെ നാടിന്റെ പെരുന്നാൾ കാഴ്ചകളൊക്കെ കാണിച്ചു കൊടുക്ക്. നല്ലൊരു കുടുംബനാഥൻ അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഉമ്മയുടെ ആജ്ഞയ്ക്ക് മുന്നിൽ അവന് സമ്മതിക്കേണ്ടി വന്നു. ആയിഷ മനോഹരമായ ഒരു എംബ്രോയിഡറി വർക്ക് ചെയ്ത ചുരിദാർ അണിഞ്ഞു. ലാളിത്യത്തിലും അവൾ അതീവ സുന്ദരിയായിരുന്നു. ആദിൽ ഒരു വെള്ള കുർത്തയും പൈജാമയും ധരിച്ച് കണ്ണാടിയിൽ നോക്കിയപ്പോൾ അവന് തന്നെത്താൻ അപരിചിതമായി തോന്നി. ഒരു കോർപ്പറേറ്റ് ബിസിനസ്സുകാരനിൽ നിന്ന് ഒരു തനി നാടൻ ചെറുപ്പക്കാരനായി അവൻ മാറിയിരിക്കുന്നു. അവർ ഒരുമിച്ച് ഉറൂസ് നടന്നു കാണാൻ ഇറങ്ങി. പള്ളിക്ക് ചുറ്റുമുള്ള മൈതാനത്ത് നിരനിരയായുള്ള കടകൾ, വർണ്ണവിളക്കുകൾ, ദഫ്മുട്ടിന്റെ താളം എല്ലാം ആയിഷയ്ക്ക് പുതിയൊരു അനുഭവമായിരുന്നു. അവൾ ഒരു കൊച്ചുകുട്ടിയെപ്പോലെ ഓരോ കാഴ്ചകളും കണ്ട് അത്ഭുതപ്പെട്ടു. ആദിൽ, അങ്ങോട്ട് നോക്കൂ, അതെത്ര മനോഹരമായാണ് അലങ്കരിച്ചിരിക്കുന്നത്. അവൾ അറിയാതെ അവൻ്റെ കയ്യിൽ പിടിച്ചു. ആദിൽ അവൾക്കായി പെരുന്നാൾ ചന്തയിൽ നിന്ന് വളകളും മറ്റും വാങ്ങി നൽകി. അവളുടെ കൈകളിൽ ആ വളകൾ അണിയിക്കുമ്പോൾ അവൻ്റെ വിരലുകൾ ഒന്ന് വിറച്ചു. ആയിഷയ്ക്ക് വേണ്ടി ഒരു മാല വാങ്ങി അവളുടെ കഴുത്തിൽ അണിയിച്ചു. ആ നിമിഷങ്ങളിൽ തങ്ങൾ വെറുമൊരു കരാർ പ്രകാരം അഭിനയിക്കുന്നവരാണെന്ന കാര്യം അവർ രണ്ടുപേരും മറന്നുപോയിരുന്നു. തിരക്കിനിടയിൽ ആരോ മനഃപൂർവ്വം ആയിഷയുടെ ദേഹത്ത് തട്ടി കടന്നുപോയി. അവൾ പെട്ടെന്ന് ഭയന്നുപോയി. അടുത്ത നിമിഷം ഒരു പുലിയെപ്പോലെ ആദിൽ ആ മനുഷ്യന്റെ കോളറി പിടിച്ചു. ധൈര്യമുണ്ടെങ്കിൽ ഒന്നുകൂടി അവളെ തൊടടാ, ആദിൽ ആക്രോശിച്ചു. അവൻ്റെ ഒരൊറ്റ അടിയിൽ ആ മനുഷ്യൻ നിലത്ത് വീണു. എൻ്റെ ഭാര്യയെ തൊടാൻ മാത്രം വളർന്നോടാ നീ? ആദിലിന്റെ നാവിലൂടെ എൻ്റെ ഭാര്യ എന്ന വാക്ക് അത്രമേൽ തീവ്രതയോടെ വന്നത് അവളെ അത്ഭുതപ്പെടുത്തി. അവൾ വേഗം അവൻ്റെ കയ്യിൽ പിടിച്ചു. വേണ്ട ആദിൽ, നമുക്ക് പോകാം. ആയിഷയുടെ ശബ്ദം കേട്ടപ്പോഴാണ് ആദിലിന് ബോധം വന്നത്. അവൻ ചെയ്തത് എന്താണെന്ന് ഓർത്തപ്പോൾ അവന് തന്നെ അത്ഭുതം തോന്നി.
അവൻ അവളെയും കൂട്ടി തിരക്കിൽ നിന്നും പുറത്തേക്ക് നടന്നു. മടക്കയാത്രയിൽ കാറിലിരിക്കുമ്പോൾ രണ്ടുപേരും മിണ്ടിയില്ല. എങ്കിലും ആദിലിന്റെ ഹൃദയത്തിൽ സ്നേഹത്തിന്റെ ഒരു പുതിയ നീരുറവ പൊട്ടുകയായിരുന്നു. പുറമേ കാണുന്ന ദേഷ്യത്തിനിടയിലും ആയിഷയോടുള്ള കരുതൽ അവന്റെ ഉള്ളിൽ വളർന്നിരുന്നു. ഈ സമയം ആദിലും ആയിഷയും അറിയാതെ മറ്റൊരു നാടകം അരങ്ങേറുകയായിരുന്നു. മുനീർ തന്റെ അന്വേഷണം ആയിഷയുടെ നാട്ടിലേക്ക് വ്യാപിപ്പിച്ചിരുന്നു. അവൻ അവളുടെ വീട് കണ്ടെത്തി. ഒരു ദിവസം രാവിലെ അവൻ ആയിഷയുടെ വീട്ടിലെത്തി. അവളുടെ ഉമ്മയും അനിയനും മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ആദിലിന്റെ കസിനാണ്. ആയിഷയുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് നേരിട്ട് വന്ന് ആശംസകൾ അറിയിക്കാമെന്ന് കരുതി. അവൻ സൗമ്യനായി സംസാരിച്ചു തുടങ്ങി. അവന്റെ പെരുമാറ്റത്തിൽ അവർ വീണുപോയി. അവൻ അവർക്ക് വില കൂടിയ സമ്മാനങ്ങൾ നൽകി. സംസാരത്തിനിടയിൽ അവൻ തന്ത്രപരമായി ഉപ്പയുടെ ഓപ്പറേഷന്റെ കാര്യം വിഷയമാക്കി. ഓപ്പറേഷനൊക്കെ കഴിഞ്ഞെന്നറിഞ്ഞു. ഒരുപാട് പണം വേണ്ടി വന്നില്ലേ? ആദി ഒരുപാട് സഹായിച്ചു കാണും അല്ലേ? അതേ മോനെ. മുനീറിന്റെ ചുണ്ടിൽ ക്രൂരമായൊരു ചിരി വിരിഞ്ഞു. അവൻ തന്നതല്ല, നിങ്ങളുടെ മകളുടെ വിലയാണത്. 1 വർഷത്തേക്ക് അവന്റെ ഭാര്യയായി അഭിനയിക്കാൻ അവൾ വാങ്ങിയ വില 1 കോടി രൂപ. അതൊരിടിത്തി പോലെയാണ് ആ ഉമ്മയുടെയും മകന്റെയും കാതുകളിൽ പതിച്ചത്. അവർക്ക് വിശ്വസിക്കാനായില്ല. എൻ്റെ മോൾ അങ്ങനെയൊന്നും ചെയ്യില്ല. ഉമ്മ കരയാൻ തുടങ്ങി. വിശ്വസിക്കാൻ പ്രയാസമായിരുന്നു അവർക്കത്. നിങ്ങൾക്ക് ഇത് വിശ്വസിക്കാൻ പ്രയാസമായിരിക്കും, പക്ഷേ ഇതാണ് സത്യം. റഹ്മാൻസ് ഗ്രൂപ്പിന്റെ സ്വത്തുക്കൾ കിട്ടാൻ വേണ്ടിയുള്ള ഒരു നാടകം മാത്രമാണിത്. നിങ്ങളുടെ മകൾ പണത്തിനു വേണ്ടി നിങ്ങളെയും ചതിച്ചു. അവൻ ഒരു വിഷസർപ്പത്തെ പോലെ അവരുടെ മനസ്സിൽ വിഷം കുത്തിവെച്ചു. അവൻ പോയതിനു ശേഷം ആ വീട് ഒരു മരണവീട് പോലെയായി. ഉമ്മയുടെ കരച്ചിൽ കണ്ട് ആയിഷയുടെ അനിയൻ അവളെ വിളിച്ചു. ഇത്താ, ഇവിടെ വന്ന ആൾ പറഞ്ഞതൊക്കെ സത്യമാണോ? അനിയൻ അവൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവളോട് പറഞ്ഞു. അവൾക്ക് മറുപടി പറയാൻ വാക്കുകൾ കിട്ടിയില്ല. ഫോൺ കയ്യിൽ നിന്ന് താഴെ വീണു. അവൾ തളർന്നിരുന്നു പോയി. അവളുടെ കരച്ചിൽ കേട്ട് ആദിൽ ഓടി വന്നു. ആയിഷ, എന്തു പറ്റി? ആരാ വിളിച്ചത്? അവൾക്ക് സംസാരിക്കാൻ കഴിഞ്ഞില്ല. അവൻ അവളുടെ ഫോൺ എടുത്ത് കോൾ ലിസ്റ്റ് നോക്കി. വീട്ടിൽ നിന്നാണ് കോൾ വന്നതെന്ന് കണ്ടപ്പോൾ അവന് കാര്യം മനസ്സിലായി. എല്ലാം വീട്ടിൽ അറിഞ്ഞിരിക്കുന്നു എന്ന് തോന്നുന്നു. അവൻ തളർന്നിരിക്കുന്ന ആയിഷയുടെ അടുത്തേക്ക് ചെന്നു. ആദ്യമായി അവരുടെ കരാറിന്റെ എല്ലാ വ്യവസ്ഥകളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് അവൻ അവളെ 2 കൈകൾ കൊണ്ടും ചേർത്ത് പിടിച്ചു. അവളുടെ തല അവന്റെ നെഞ്ചിൽ ചേർത്ത് വെച്ചു. കരയണ്ട, ഞാൻ കൂടെയുണ്ട്. എന്ത് പ്രശ്നമുണ്ടായാലും നമ്മൾ ഒരുമിച്ച് നേരിടും. ഞാൻ നിന്നെ വിട്ടുകൊടുക്കില്ല. അവന്റെ നെഞ്ചിൽ കിടന്ന് അവൾ പൊട്ടിക്കരഞ്ഞു. ആ നിമിഷം അഭിനയത്തിന്റെ അവസാനത്തെ തിരശീലയും വീണു. അവരുടെ ഹൃദയങ്ങൾ ഒന്നായി തീരുകയായിരുന്നു. ആദിലിന്റെ നെഞ്ചിൽ കിടന്ന് കരഞ്ഞ ആയിഷ പതിയെ ശാന്തയായി. അവന്റെ സാമീപ്യം അവൾക്ക് നൽകിയ ധൈര്യം ചെറുതായിരുന്നില്ല. നമ്മൾ എൻ്റെ വീട്ടിലേക്ക് പോകണം, അവൾ കണ്ണുകൾ തുടച്ചുകൊണ്ട് പറഞ്ഞു. എനിക്ക് അവരോടെല്ലാം തുറന്നു പറയണം. അവരെ ഇനിയും തെറ്റിദ്ധാരണയിൽ നിർത്താൻ എനിക്ക് കഴിയില്ല. ആദിൽ അവളുടെ മുഖം കൈകളിലെടുത്തു. നമ്മൾ പോകും, ഒരുമിച്ച് പോകും. എല്ലാത്തിനും ഉത്തരം നമ്മൾ ഒരുമിച്ച് നൽകും. അവരുടെ സംഭാഷണം വാതിലിന്റെ മറവിൽ നിന്ന് കേൾക്കുകയായിരുന്ന ഹാജിറമ്മയുടെ ഹൃദയം നിറഞ്ഞു. മുനീറിന്റെ നീക്കം അവർ പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ അത് തന്റെ കുട്ടികളെ കൂടുതൽ ഒന്നിപ്പിച്ചതിൽ അവർക്ക് സന്തോഷം തോന്നി. അവർ മുറിയിലേക്ക് കടന്നു വന്നു. നിങ്ങൾ പോകണം മക്കളെ. സത്യം എത്രയും പെട്ടെന്ന് അവർ അറിയുന്നതാണ് നല്ലത്. തെറ്റിദ്ധാരണകൾ ബന്ധങ്ങളെ നശിപ്പിക്കും. ഹാജിറ ഉമ്മ, നിങ്ങളെല്ലാം അറിഞ്ഞിരുന്നു അല്ലേ? ആയിഷയുടെ ചോദ്യത്തിന് ഒരു ചെറിയ ചിരിയോടെ അവർ പറഞ്ഞു. ഞാൻ എല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അഭിനയത്തിനും അപ്പുറം നിങ്ങളുടെ മനസ്സിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്കറിയാമായിരുന്നു. ഇപ്പോൾ നിങ്ങൾ പോകേണ്ട സമയമാണ്. പോയി നിങ്ങളുടെ നിരപരാധിത്വം തെളിയിക്കൂ. അന്ന് ഉച്ചയ്ക്ക് അവർ ആയിഷയുടെ വീട്ടിലേക്ക് തിരിച്ചു. ആ ചെറിയ വീടിന്റെ മുന്നിൽ കാർ ചെന്ന് നിന്നപ്പോൾ ആയിഷയുടെ നെഞ്ചു പിടച്ചു. ആ വീട് മൂകമായിരുന്നു. വാതിൽ തുറന്നത് അവളുടെ ഉമ്മയായിരുന്നു. ആയിഷയെ കണ്ടതും അവരുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. എന്നാൽ അവൾക്കൊപ്പം കൈപിടിച്ചു നിൽക്കുന്ന ആദിലിനെ കണ്ടപ്പോൾ അവർ ഒരു നിമിഷം പകച്ചു. എന്തിനാ നീ ഇങ്ങോട്ട് വന്നത്? ഞങ്ങളെ എല്ലാവരുടെയും മുന്നിൽ നാണം കെടുത്തിയിട്ട് നിനക്ക് മതിയായില്ലേ? ഉമ്മയുടെ ശബ്ദം വിറച്ചു. ഉമ്മ, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. അകത്ത് കട്ടിലിൽ കിടക്കുകയായിരുന്ന ആയിഷയുടെ ഉപ്പ എഴുന്നേറ്റ് വന്നു. അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ വേദനയും നിരാശയും നിഴലിച്ചിരുന്നു. ആയിഷയുടെ അനിയൻ അവളെ രൂക്ഷമായി നോക്കിക്കൊണ്ട് മുറിയുടെ ഒരു കോണിൽ നിന്നു. അവർ ഒരു കുറ്റവാളിയെപ്പോലെ തലകുനിച്ചു നിന്നു. ആദിൽ മുന്നോട്ട് വന്നു. ഉമ്മ, ഇതിൽ ആയിഷ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എല്ലാ തെറ്റും എൻ്റേതാണ്. മുറിയിൽ തങ്ങി നിന്ന് നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് ആദിൽ സംസാരിച്ചു തുടങ്ങി. നിങ്ങളുടെ മകളെ ഈ അവസ്ഥയിലേക്ക് തള്ളിവിട്ടത് ഞാനാണ്. എൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി, എൻ്റെ സ്വത്തുക്കൾ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഞാൻ അവളെ നിർബന്ധിക്കുകയായിരുന്നു. അവളുടെ നിസ്സഹായത ഞാൻ മുതലെടുത്തു. ഉപ്പയുടെ ഓപ്പറേഷൻ്റെ കാര്യം പറഞ്ഞ് ഞാൻ അവളെ ഭീഷണിപ്പെടുത്തി. അവൻ പറഞ്ഞ ഓരോ വാക്കും കേട്ട് ആയിഷയുടെ വീട്ടുകാർ ഞെട്ടി. ഈ കരാറിന് സമ്മതിക്കുകയല്ലാതെ അവൾക്ക് വേറെ വഴിയില്ലായിരുന്നു. പക്ഷേ ഇവൾ നിങ്ങളുടെ മുന്നിൽ തലകുനിക്കാൻ ഇടവരരുത്. എൻ്റെ തെറ്റാണ്. അതിന് ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിക്കുന്നു. അവൻ അവരുടെ മുന്നിൽ കൈകൂപ്പി. തുടക്കത്തിൽ ഇതൊരു കരാർ മാത്രമായിരുന്നു, ഒരഭിനയം മാത്രം. ആയിഷയോടൊപ്പം ജീവിച്ചു തുടങ്ങിയപ്പോഴാണ് ഞാൻ ജീവിതം എന്താണെന്ന് പഠിച്ചത്, സ്നേഹം എന്താണെന്ന് അറിഞ്ഞത്. അവളുടെ നന്മയും സ്നേഹവും ആത്മാഭിമാനവും എന്നെ മാറ്റിമറിച്ചു. ഇപ്പോൾ എനിക്ക് എൻ്റെ സ്വത്തിനേക്കാൾ വലുത് അവളാണ്. അവൻ ആയിഷയുടെ നേരെ തിരിഞ്ഞു.
അവളുടെ കൈകൾ പിടിച്ചു. ആയിഷ, എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഞാൻ ചോദിക്കുകയാണ്. ഇതുവരെ നമ്മൾ അഭിനയിക്കുകയായിരുന്നു. പക്ഷേ ഇനി എനിക്ക് അഭിനയിക്കാൻ വയ്യ. എനിക്ക് നിന്നെ ഇഷ്ടമാണ്. എൻ്റെ ജീവിതകാലം മുഴുവൻ എൻ്റെ കൂടെ ജീവിക്കാൻ, എൻ്റെ ഭാര്യയായി വരാൻ നിനക്ക് സമ്മതമാണോ? അവൻ്റെ കണ്ണുകളിലെ ആത്മാർത്ഥത കണ്ട് ആയിഷയുടെ കണ്ണുകൾ നിറഞ്ഞു. ചുറ്റുമുള്ളതൊന്നും ശ്രദ്ധിക്കാതെ അവൾ അവൻ്റെ കൈകളിൽ മുറുകെ പിടിച്ചു. അവളുടെ മൗനം സമ്മതമായിരുന്നു. ഉപ്പ, ഉമ്മ, ഞാൻ നിങ്ങളുടെ മകളെ പൊന്നുപോലെ നോക്കിക്കോളാം. ഒരിക്കലും അവളുടെ കണ്ണു നനയാൻ ഞാൻ സമ്മതിക്കില്ല. ഞങ്ങൾക്കൊരു അവസരം തരണം. ആയിഷയുടെ ഉപ്പ ഒന്നും മിണ്ടാതെ അവരെ നോക്കി. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരു കൊടുങ്കാറ്റ് വീശുകയായിരുന്നു. ആയിഷയുടെ കുടുംബം എന്തു പറയണമെന്നറിയാതെ ആശയക്കുഴപ്പത്തിൽ നിൽക്കുമ്പോഴായിരുന്നു ആ വീടിൻ്റെ മുറ്റത്ത് മറ്റൊരു കാർ വന്ന് നിന്നത്. അതിൽ നിന്നിറങ്ങി വന്ന ഹാജിറ ഉമ്മയെ കണ്ടതും എല്ലാവരും അത്ഭുതപ്പെട്ടു. അവർ നേരെ അകത്തേക്ക് വന്നു. എൻ്റെ കുട്ടികൾ കാരണം നിങ്ങൾക്കുണ്ടായ വിഷമത്തിന് ഞാൻ മാപ്പ് ചോദിക്കുന്നു. അവർ ആയിഷയുടെ ഉപ്പയോടും ഉമ്മയോടും കൈകൂപ്പി. ഈ നാടകങ്ങളെല്ലാം ഒരുക്കിയത് ഞാനാണ്. എൻ്റെ പേരക്കുട്ടിയെ നേർവഴിക്ക് നിർത്താൻ ഞാൻ കണ്ടെത്തിയ ഒരു വഴി. അവൻ പണത്തിൻ്റെ അഹങ്കാരത്തിൽ സ്നേഹബന്ധങ്ങളുടെ വിലയറിയാതെ പോകുന്നത് എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. അവനൊരു നല്ല ജീവിത പങ്കാളിയെ വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ മരണവാർത്ത എന്ന പേരിൽ കള്ളം പറഞ്ഞതും വിൽപത്രത്തിൽ അങ്ങനെയൊരു വ്യവസ്ഥ വെച്ചതും. എൻ്റെ കണക്കുകൂട്ടലുകൾ തെറ്റിയില്ല. ഇവളുടെ ക്ഷമയും സ്നേഹവും എൻ്റെ മോനെ മാറ്റിയെടുക്കുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ഇവർ ഇപ്പോൾ പരസ്പരം സ്നേഹിച്ചു തുടങ്ങിയിരിക്കുന്നു. ആദിൽ ഇപ്പോൾ പഴയ ആളല്ല. അവൻ സ്നേഹിക്കാൻ പഠിച്ചു, ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ പഠിച്ചു. നിങ്ങളുടെ മകൾ ഒരു കരാറിനും സമ്മതിച്ചതല്ല. അവൾ എൻ്റെ പേരക്കുട്ടിയുടെ ജീവിതം നേരെയാക്കാൻ സഹായിക്കുകയായിരുന്നു. അതിന് ഞാൻ അവളോട് കടപ്പെട്ടിരിക്കുന്നു. ഇനി നിങ്ങളുടെ എല്ലാ സമ്മതത്തോടെ എൻ്റെ പേരക്കുട്ടിയുടെ യഥാർത്ഥ ഭാര്യയായി, റഹ്മാൻസ് കുടുംബത്തിൻ്റെ ഐശ്വര്യമായി ആയിഷ മോളെ ഞങ്ങൾക്ക് തരണം. ഹാജിറ ഉമ്മയുടെ വാക്കുകളിലെ സത്യസന്ധതയും സ്നേഹവും അവരുടെ എല്ലാം ഹൃദയത്തിൽ തൊട്ടു. ആയിഷയുടെ ഉപ്പ, അദ്ദേഹം ആദിലിൻ്റെയും ആയിഷയുടെയും അടുത്തേക്ക് വന്നു. അവരുടെ കൈകൾ ചേർത്ത് വെച്ചു. എൻ്റെ മകളെ നീ കരയിപ്പിക്കരുത്. അദ്ദേഹത്തിൻ്റെ ശബ്ദമിടറി. അവൾ സന്തോഷമായിരുന്നാൽ മാത്രം മതി എനിക്ക്. അത് ഒരു സമ്മതമായിരുന്നു. എല്ലാവരുടെയും കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു. ആയിഷയുടെ ഉമ്മ ഓടിച്ചെന്ന് അവളെ കെട്ടിപ്പിടിച്ചു. അവരുടെ അനിയൻ ആദിലിൻ്റെ കൈപിടിച്ച് ചിരിച്ചു. മുനീറിൻ്റെ കുതന്ത്രം അവരെ തകർക്കുകയല്ല, പകരം എന്നേക്കുമായി ഒന്നിപ്പിക്കുകയാണ് ചെയ്തത്. തറവാട്ടിലെത്തിയപ്പോൾ ആദിൽ ആയിഷയുടെ കൈകൾ ചേർത്ത് പിടിച്ച് മുറിയിലേക്ക് നടന്നു. ഇനി ഈ മുറിയിൽ അതിർവരമ്പുകളില്ല. നമ്മൾ മാത്രമേ ഉള്ളൂ. അവൻ അവളെ തന്നിലേക്ക് ചേർത്തണച്ചു. പുറത്ത് അവരുടെ സന്തോഷം കണ്ട് ഹാജിറ ഉമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു. അവരുടെ പ്രാർത്ഥന ഫലം കണ്ടിരിക്കുന്നു. അന്നു മുതൽ റഹ്മാൻസ് തറവാട്ടിൽ ഒരു പുതിയ അധ്യായം ആരംഭിച്ചു. വിധി പലപ്പോഴും നമ്മളെ തോൽപ്പിക്കാൻ ശ്രമിക്കുമെങ്കിലും ചേർത്ത് പിടിക്കാൻ ഒരാളുണ്ടെങ്കിൽ ഏത് കൊടുങ്കാറ്റിനെയും നമുക്ക് അതിജീവിക്കാം. പലപ്പോഴും ജീവിതം നമുക്ക് മുന്നിൽ വെച്ച് നീട്ടുന്ന പരീക്ഷണങ്ങൾ വെറും കെണികളല്ല, മറിച്ച് നമ്മുടെ ഉള്ളിലെ നന്മയെ പുറത്തു കൊണ്ടുവരാനുള്ള വഴികളാണെന്ന് ആദിലും ആയിഷയും തെളിയിച്ചിരിക്കുകയാണ്. പണത്തിനോ സ്വത്തിനോ നൽകാൻ കഴിയാത്ത വലിയൊരു സമ്പാദ്യം അവർ നേടിയെടുത്തു: പരസ്പരമുള്ള സ്നേഹം. മനോഹരമായ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെന്ന് കരുതുന്നു. ആദിലിൻ്റെയും ആയിഷയുടെയും പുതിയ ജീവിതത്തിന് നിങ്ങളുടെ എല്ലാ ആശംസകളും ഉണ്ടാകുമല്ലോ. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇതുപോലെയുള്ള കൂടുതൽ ഹൃദയസ്പർശിയായ കഥകൾക്കായി ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ ഞാനിടുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങളിലേക്ക് എത്തും. ഇതുവരെ നൽകിയ എല്ലാ സപ്പോർട്ടിനും വലിയൊരു നന്ദി. മറ്റൊരു നല്ല കഥയുമായി നമുക്ക് വീണ്ടും കാണാം.